ഇവിടെ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുന്നത് എസ്രായുടെ നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ്. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നെഹമ്യാവ് തകർന്നു കിടക്കുന്ന യെരൂശലേമിന്റെ പട്ടണത്തെ പുനരുദ്ധരിക്കുവാൻ വേണ്ടി പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം തീ കൊണ്ട് വെന്തും അതിന്റെ കൽമതിൽ ഇടിഞ്ഞു കിടക്കുന്നതുമായ ദുഃഖകരമായ തകർന്ന കാഴ്ച കണ്ട് ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത രാജാവിനോട് അനുവാദം വാങ്ങി യെരൂശലേമിലേക്ക് വരുന്ന ആ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ദൈവസഭയുടെ ദൈവജനത്തിന്റെ ആത്മീയ അനുഭവങ്ങളുടെ തകർച്ച കണ്ട് കരയുവാൻ മനസ്സുള്ള, പ്രാർത്ഥിക്കുവാൻ മനസ്സുള്ള, ഉപവസിക്കുവാൻ തയ്യാറുള്ള ദൈവജനങ്ങളാകുന്ന നെഹമ്യാവുകാരെ കൊണ്ടാണ് ആത്മീയ ജീവിതത്തിന്റെ ഇടിവുകളെ കർത്താവ് പണിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇടിവ് പണിയണമെങ്കിൽ ഇടിഞ്ഞെന്നൊരു ബോധമുണ്ടാകണം. രണ്ട്, ആ ഇടിവ് പോയി കാണാനിടയാകണം. അതിൻ്റെ വലുപ്പം എത്രത്തോളം ഉണ്ടെന്ന് തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ അതിനെ പണിയാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ വാർത്ത നെഹമ്യാവിന്റെ ചെവിയിൽ എത്തിയപ്പോൾ ഹനാനി എന്ന തന്റെ സഹോദരനാണ് ഈ വാർത്ത കൊണ്ടുവന്നത്. അവൻ പണിയുവാൻ വേണ്ടി പുറപ്പെടുന്നതിന് മുമ്പ് ഈ സന്ദേശം തന്നെ തകർക്കുവാനിടയായി. ദൈവസഭയുടെ പിതാക്കന്മാരുടെ ആരാധനകൾ നടത്തിയ അവരുടെ വിശ്രമസ്ഥലമായ ആ പട്ടണം തകർന്നു കിടക്കുന്നത്, അതിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്ന കാഴ്ച നെഹമ്യാവിനെ കരയിച്ചു. നെഹമ്യാവിനെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചു, ഉപവസിക്കാൻ തയ്യാറാക്കി. ആ 3 അനുഭവങ്ങൾ അവനെ പണിയുവാൻ വേണ്ടി ദൈവം അയക്കുന്നതിന് മുഖാന്തരമാക്കി തീർത്തു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 8ാം ദിവസം പകൽ കുടുംബത്തിന്റെ, സഭയുടെ, ദേശത്തിന്റെ, വ്യക്തിപരമായ ജീവിതത്തിന്റെ, പ്രാർത്ഥനാ ജീവിതത്തിന്റെ തകർച്ച കാണുവാൻ, ദൈവസഭയുടെ തകർച്ച കാണുവാൻ, ആത്മീയ അധഃപതനത്തിന്റെ തകർച്ച കാണുവാൻ മനസ്സുള്ളവരെയാണ് ദൈവം പണിക്കായി ഒരുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിന്റെ തകർച്ച കണ്ട പ്രവാചകനായ യെഹെസ്കേലിനെ ഒന്നോടൊന്ന് ബന്ധമില്ലാതെ ചിതറിക്ക താഴ്വരയിലെ അസ്ഥികളുടെ നടുവിലേക്ക് ആലോചനയുമായി അയച്ചതുപോലെ ദൈവത്തിന്റെ ജനം കയ്യിൽ വടിപിടിച്ച് അരകെട്ടി ചെരുപ്പിട്ട് തുടുക്കത്തിൽ പെസഹ ഭക്ഷിച്ചുകൊണ്ട് മിസ്രയീമിൽ നിന്ന് പരമവിളിയുടെ ലാക്കിലേക്ക് വിരുദിനായി ഓടിയ ദൈവജനത്തെ തകർന്ന അസ്ഥി കഷണങ്ങളായി കിടക്കുന്ന കാഴ്ചയാണ് ആത്മീയ അധഃപതനത്തിന്റെ താഴ്വരയിലേക്ക് പ്രവാചകനെ കൊണ്ടുപോയി നിർത്തിയിട്ട് പ്രവാചകനോട് സർവേശ്വരൻ ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഒരു കാലത്ത് ആത്മീയ ഉണർവിന്റെ പരമോന്നതിയിലേക്ക് ഉയർന്നു വന്ന നമ്മുടെ ജീവിതത്തിലെ ആത്മജീവൻ നഷ്ടപ്പെട്ട്, ദൈവസ്നേഹത്തിന്റെ അനുഭവങ്ങൾ നഷ്ടപ്പെട്ട്, തമ്മിൽ ബന്ധമില്ലാതെ, ഒരുമിക്കുവാൻ കഴിയാതെ, ഭിന്നമായ അഭിപ്രായങ്ങളും ചിന്തകളും താല്പര്യങ്ങളുമായി മാറിട്ട് നിൽക്കുകയും വേറിട്ട് നിൽക്കുകയും ഒരേ ആലയത്തിൽ കൂടി വരികയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് ആത്മസാന്നിധ്യമുള്ളവരോട് ചോദിക്കുന്നു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ആദാമിന്റെ വിരിമാറിൽ നിന്ന് അസ്ഥിയെടുത്ത് ഹവ്വായെ ഉണ്ടാക്കിയപ്പോൾ ബോധമുണർന്നു വന്ന ആദാം പറയുന്നു, ഇത് എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവജനം ഒരപ്പത്തിന്റെ അംശികളാണ്, ഒരേ കൂട്ടായ്മയുടെ വക്താക്കളാണ്, ഒരേ രക്തമുള്ളവരാണ്, ഒരേ കർത്താവിനെ ആരാധിക്കുന്നവരാണ്, ഒരേ ആത്മാവകത്തുള്ളതാണ്. എന്തുകൊണ്ട് ജീവിക്കുന്നില്ല? ഈ ഉപവാസ പ്രാർത്ഥനയുടെ പകലിൽ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരണം, ചിന്താഗതികൾക്ക് മാറ്റം വരണം, മനോഭാവങ്ങൾക്ക് മാറ്റം വരണം. എങ്കിലേ ഒരു ആത്മീയ ജീവിതത്തിന്റെ വൻമതിൽ പണിതെടുക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കുകയുള്ളൂ. അങ്ങനെ നെഹമ്യാവ് രാജാവിനോട് അനുവാദം ചോദിച്ച് യെരൂശലേമിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ഇങ്ങനെ പോന്ന യെരൂശലേമിൽ എത്തുമ്പോൾ അവിടെ വിഷയം തുടങ്ങുക. ആലയത്തെ തൊട്ടാൽ എന്നും പ്രശ്നമാണ്.
ആരാധനയോട് ബന്ധപ്പെട്ട് ആത്മാവിൽ ഉണർന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങിയാൽ അത് വെല്ലുവിളിയിലേക്ക് വരുവാനിടയാകും. എന്നാൽ ഈ വെല്ലുവിളിയും ഒറ്റപ്പെടലും അവഗണനകളും പ്രശ്നങ്ങളും കണ്ടുകൊണ്ട് പണി അവസാനിപ്പിച്ചേക്കാമെന്നും നിയോഗം വേണ്ടെന്നും വെച്ചാൽ ദൈവ പദ്ധതിക്ക് പുറത്ത് നാം പോകാനിടയാകും. ദൈവത്തിന് സ്തോത്രം. ഉപദ്രവം ഉണ്ടെങ്കിലും അയച്ചവൻ അതിന് പരിഹാരം നൽകുന്നവനാ. കനാൻ നാട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ ഇസ്രയേലിന്റെ മുമ്പിലുള്ള ചെങ്കടലിനെയും യോർദാനെയും യെരിഹോവിനെയും 7 ജാതികളെയും 31 രാജാക്കന്മാരെയും നീക്കിക്കളയാൻ കരുത്തുള്ള ദൈവമായതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞതെങ്കിൽ മുമ്പിലെ പ്രതിസന്ധികൾ കണ്ടുകൊണ്ട്, മുമ്പിലെ പരാജയ ചിന്തകൾ കണ്ടുകൊണ്ട് ദൈവ പദ്ധതിക്കകത്തൊന്നും മാറരുത്. പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ആ പരിപാടി ഇത് പിന്മാറിയിട്ട് ഒഴിവാക്കുകയല്ല, അവിടെ നിന്നോണ്ട് പരിഹരിക്കണം. ആരാധനയാണ്, ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള സുവിശേഷമാണ് കാരാഗ്രഹത്തിൽ കയറ്റിയതെങ്കിൽ ആ സുവിശേഷം കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിലിറക്കും. ദർശനമുള്ളത് കൊണ്ടാണ് യോസഫിനെ കാരാഗ്രഹത്തിൽ കയറ്റിയതെങ്കിൽ ആ ദർശനം തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് വെളിയിലിറക്കും. ദൈവ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് നിനക്ക് നേരെ പ്രതികൂലം വരുന്നതെങ്കിൽ ആ ദൈവ സാന്നിധ്യം തന്നെ നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കാൻ പര്യാപ്തമാ. ഹല്ലേലൂയ. അപ്പോൾ നെഹമ്യാവ് പണിയാൻ വേണ്ടി യെരൂശലേമിൽ കാലെടുത്ത് ചവിട്ടിയത് വിഷയം തുടങ്ങി. എന്താ പ്രശ്നം? 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. അമ്മോന്യനായ ദാസൻ തോബിയാവും ഇത് കണ്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരു ആൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. ഹോരോന്യനായ സൻബല്ലത്തും അമ്മോന്യദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരുത്തൻ വന്നത് അവർക്ക് അനിഷ്ടമായി. അവർക്ക് അനിഷ്ടമായതിന്റെ പിന്നിലെ കാരണം വചനത്തെ ആത്മാവിൽ നാം കണ്ടുകൊണ്ട് ആത്മാവിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഈ യെരൂശലേം ഇങ്ങനെ തകർന്നും ഇതിന്റെ മതിൽ ഇങ്ങനെ ഇടിഞ്ഞും കിടന്നാൽ ഇവർക്ക് ഏതാണ്ട് നേട്ടമുള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടും ആത്മീയ ജീവിതം വഴിതെറ്റിയും തലമുറകൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാതെയും ഇരുന്നാൽ അതിനകത്ത് ചില നേട്ടങ്ങളുള്ള ചില ഹോരോന്യന്മാരുണ്ട്, ചില അമ്മോന്യന്മാരുണ്ട്. അവരാണ് പണിയുവാൻ തയ്യാറാകുമ്പോൾ നീരസത്തോടെ എഴുന്നേൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവർ യഹൂദരല്ല, ഇവർ ഇസ്രായേലിയരല്ല, ഇസ്രായേലുമായിട്ട് ബന്ധമുള്ളവരല്ല. അങ്ങനെയാണ് പിന്നെ അവരവിടെ എന്നതേലും കാണിക്കട്ടെന്ന് വെച്ചാ പോരാ. നിനക്ക് നേരെ വെളിയിൽ നിന്ന് പ്രതികൂലം ഉയരുന്നുണ്ടെങ്കിൽ അകത്തുള്ള ചിലതിന് മറവുണ്ടാകുന്നത് അവരാഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നെഹമ്യാവ് അത് വകവെക്കാതെ മുമ്പോട്ട് പോകുവാൻ തുടങ്ങി. നെഹമ്യാവ് യെരൂശലേമിലെത്തി. അവിടെ 3 ദിവസം താമസിച്ച ശേഷം അവനും അവനോട് കൂടെയുള്ള ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റ് തന്റെ മനസ്സിൽ ദൈവം ചെയ്യിക്കുവാൻ തോന്നിയതിനെ കുറിച്ചൊന്നും അവൻ ആരോടും പറഞ്ഞില്ല. പ്രിയരെ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ നാം മനസ്സിലാക്കണം, ഒന്നും എല്ലാരോടും പറയാനൊന്നും പറ്റത്തില്ല. എല്ലാരും വിശ്വാസികളും ദൈവമക്കളും ശുശ്രൂഷകന്മാരും കൂട്ടുവിശ്വാസികളും എല്ലാം ആണെന്ന് പറഞ്ഞാലും ഒന്നും എല്ലാരോടും പറയാനൊക്കത്തില്ല. പ്രത്യേകിച്ച് ദൈവം നിന്റെ മനസ്സിൽ തന്നത്, കർത്താവ് കൊടുത്ത ദർശനം സ്വന്തം അപ്പൻ അംഗീകരിച്ചില്ല. യോസഫിനോട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ
കർത്താവ് കൊടുത്ത ദർശനം സ്വന്തം സഹോദരന്മാർ പോലും അംഗീകരിച്ചില്ല. അപ്പൊ പിന്നെ വെറുതെ കാരന്റെ കാര്യം പറയണോ? തമ്പുരാന്റെ അകത്തൊരു തോന്നല് തന്നിട്ടുണ്ടെങ്കിൽ, ഒരാലോചന തന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ സമയമാകുമ്പോൾ അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുവാൻ വേണ്ട മുഖാന്തരങ്ങളെ അവൻ ഒരുക്കും. നീ അത് പലരോട് പറഞ്ഞ് ആ ദൈവിക പദ്ധതിയെ തല്ലിക്കെടുത്തണ്ട. ആലോചന തന്നവൻ അത് നിവർത്തിക്കുന്നവനാ. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ചെയ്യും. മനുഷ്യൻ പറഞ്ഞതാണ് ചിലപ്പോൾ ഒത്തില്ലെന്ന് വരും. കാരണം മനുഷ്യൻ പറയുന്ന പോലെ അല്ല ദൈവം പറയുന്നത്. ദൈവം പറഞ്ഞാൽ പിന്നെ മാറുകയില്ല. മനുഷ്യൻ പറയുമ്പോഴാ ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ പറയാം കേട്ടോ, നാളെ മതിയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ അതിനെക്കുറിച്ചൊന്ന് പഠിക്കട്ടെ, ചിന്തിക്കട്ടെ, 2 ദിവസം കഴിഞ്ഞിട്ട്. ഇതെല്ലാം മനുഷ്യന്റെ വാക്കാണ്. കർത്താവിന്റെ വാക്ക് ഉവ്വ് ഉവെന്നും ഇല്ല ഇല്ലെന്നും. ഇതിനിടയ്ക്കൊക്കെ ഉള്ള ഒരു പ്രോഗ്രാം ഇല്ല. നടക്കുകയല്ല. നടക്കുമെന്ന് പറഞ്ഞാൽ അതിന് എന്ത് പ്രയാസം വന്നാലും അവന് നടത്തും. അതാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. അപ്പോൾ നെഹമ്യാവ് രാത്രിയിൽ ഇരുളിന്റെ മറവിൽ എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്നതൊന്നും എല്ലാവരും ഒന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചില്ല. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ല നെഹമ്യാവ് ചില ചെയ്യാൻ വന്നത്. ദൈവത്തിന് സ്തോത്രം. കാരണം പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മതിയല്ലോ ആളുകളുടെ അംഗീകാരം. ആളുകളുടെ അംഗീകാരം വേണ്ടാത്തത് കൊണ്ട് നെഹമ്യാവ് രാത്രിയിൽ പോയി ഇരുളിന്റെ മറവിൽ സകല കാര്യങ്ങളും കണ്ടു. ഇടിവിന്റെ വലിപ്പം കാണാത്തൊരുത്തന് പണിയുടെ കണക്കറിയാനൊക്കത്തില്ല. നമുക്കിവിടെ കോൺട്രാക്ടർമാരും മേസ്ത്രിമാരും ഒക്കെ ഉണ്ട്. ഒരു മതില് പണിയണമല്ലോ, അല്ലെങ്കിൽ ഒരു മതിൽ ഇടിഞ്ഞു പോയല്ലോ, ഒന്ന് പണിയണമല്ലോ എന്ന് പറയുമ്പം ഒരു ഊഹം വെച്ചങ്ങ് ഒപ്പിക്കുകയല്ല. ആള് സൈറ്റിൽ വരും. ആദ്യം സൈറ്റിൽ വന്നിട്ട് ആ ഇടിവിന്റെ വലിപ്പം കാണും. എന്നിട്ടാണ് അത് പണിയാൻ വേണ്ട കണക്കെടുക്കുന്നത്. ഇതുപോലെ നെഹമ്യാവ് ഒരു നല്ല എഞ്ചിനീയറാ, കണക്ക് കൂട്ടലുകളുള്ളവനാ. അവൻ വന്ന് ഇടിവ് കാണുന്നു, കണ്ടിട്ട് പണിയാൻ തുടങ്ങുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 8ാം ദിവസം നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഇടിവുകളിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന നെഹമ്യാവിനെ ക്ഷണിക്കാമോ? ഇടിവുകളുടെ വലിപ്പം എത്ര വലുതാണെങ്കിലും അതിനെ പണിതെടുക്കുവാൻ, ആ ഇടിവുകളെ നികത്തുവാൻ കർത്താവിന് കഴിയും. നമ്മുടെ വീഴ്ചകളിലേക്ക്, നമ്മുടെ നിരാശകളിലേക്ക്, തോൽവികളിലേക്ക്, പരാജയങ്ങളിലേക്ക്, ആത്മീയ മന്ദതകളിലേക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുവാനിടയാകട്ടെ. ഉപവാസ പ്രാർത്ഥന ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ജീവിതത്തിന്റെ അകൃത്യങ്ങൾ മാറ്റിച്ചിട്ട് നീക്കിക്കളഞ്ഞിട്ട് നമ്മിലൊരു പണി നടത്തുന്നതാണ് ഉപവാസ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നെഹമ്യാവ് യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞതും വാതിലുകൾ തീ വെച്ച് കിടക്കുന്നതും എല്ലാം ചെന്ന് കണ്ടു. പിന്നെ അവൻ ഉറവ് വാതിലേക്കും രാജാവിന്റെ കളത്തിങ്കലേക്കും ചെന്നു. അങ്ങനെ അവിടെയെല്ലാം പോയി കഴിഞ്ഞിട്ട് ആളുകളെ കൂട്ടി അതിന്റെ തകർച്ചയുടെ ആഴം കണ്ടു കഴിഞ്ഞപ്പോൾ നെഹമ്യാവ് യെരൂശലേം മതിൽ പണിയേണ്ടതിന് ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ തയ്യാറാകുന്നു. വാക്യം 17. അനന്തരം ഞാൻ അവരോട് യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ. അകന്നു നിൽക്കുന്ന, മാറി നിൽക്കുന്ന, ചിതറി നിൽക്കുന്ന ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുകയാ. വരുവീൻ. ഈ ഒരു വരുവീൻ എന്നുള്ള പ്രയോഗം വേദപുസ്തകത്തിൽ പലയിടത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, വരുവീൻ, നാം വണങ്ങി നമസ്കരിക്ക. ആരാധനയിലേക്കുള്ള അല്ലെങ്കിൽ കൂട്ടായ്മയിലേക്കുള്ള ഒരു ക്ഷണമാണ് അവിടെ കാണുന്നത്. അതാണ്
സങ്കീർത്തനത്തിന്റെ അടുത്ത ഭാഗത്ത് ദേവാലയത്തിലേക്ക് പോകാമെന്ന് അവരെന്നോട് പറഞ്ഞപ്പോൾ അപ്പോൾ ക്ഷണിച്ചതാണ്. ഈ വരുവീൻ എന്നുള്ളതാണ്. ദാവീദ് 34-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. കണ്ടോ, ഇസ്രായേലിൽ ദൈവജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ്, വരുവീൻ, നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നല്ലോ, ഇതിനൊരു പരിഹാരം വരുത്തുവാൻ നാം ഇനി നിന്ന പാത്രമായി തീരാതിരിക്കേണ്ടതിന് എഴുന്നേറ്റ് യെരൂശലേമിന്റെ മതിലുകളെ പണിയുക. ദേശത്തെ വേല ശൂന്യമായി, ആളുകൾ ആലയത്തിലില്ല, ഉള്ള ആളുകളുടെ ആത്മീയ ജീവിതത്തിനും മന്ദത നേരിട്ടു. എന്ന് ഒരു പാട്ടും പ്രാർത്ഥനയും പേരിന് മാത്രമായി അവശേഷിച്ചു. ഇങ്ങനെ ദേശത്ത് ഒരു നിന്ദാപാത്രമായി തീരുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു വിരാമമിടുവാൻ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞാൽ ഒരു പണിക്കൊരു തയ്യാറെടുപ്പുണ്ടാകണം. നാം എഴുന്നേൽക്കണം. എവിടുന്ന് എഴുന്നേൽക്കണം? എഫേസ്യ ലേഖനം 5:14 ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന പോലെ എഴുന്നേൽക്ക. ആത്മീയ ജീവൻ നഷ്ടപ്പെട്ട് മൃതാവസ്ഥയിലായിരിക്കുന്നവരുടെ നടുവിൽ നിന്ന് ചതഞ്ഞ ഓട പോലെ പുകയുന്ന തിരി പോലെ ആയിരിക്കുന്ന ദൈവജനം പണിക്കായി എഴുന്നേൽക്കണം. എഴുന്നേൽക്കുന്നവരോട് കൂടെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിപാടി അവൻ ആരംഭിക്കും. ദൈവത്തിന് സ്തോത്രം. ധൂർത്തപുത്രൻ ദൂരേക്ക് പോയി പന്നികളുടെ ഇടയിൽ ചെന്നകപ്പെട്ടു. അവിടെ സകല മ്ലേച്ഛതയ്ക്കകത്തും കിടക്കുന്നു. പേര് അപ്പന്റെ മകൻ എന്നാ. ഉത്സവവും സന്തോഷവും സമൃദ്ധിയുമുള്ള വീട്ടിലെ ചെറുക്കനാ. പക്ഷെ അവൻ തകർന്നു പോയി. എന്നാൽ അവന്റെ അകത്തവൻ ഒരു തീരുമാനമെടുക്കുന്നു, ഞാൻ എഴുന്നേറ്റ് എന്റെ അപ്പന്റെ അടുക്കലേക്ക് ചെല്ലും. അപ്പോൾ ഏതൊക്കെ മേഖലകളിലായിരിക്കുന്നു അവിടുന്നെല്ലാം എഴുന്നേറ്റ് ആ നല്ല പണിക്കായി നിന്ന മാറുവാൻ ഒരുമിച്ച് കൂടണം. ദൈവത്തിന് സ്തോത്രം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പണിയാനല്ല കർത്താവ് പറഞ്ഞത്, ഒരുമിച്ച് പണിയണം. ദേശത്ത് ദൈവസഭ ദൈവജനം ഒരുമിച്ച് നിന്നാൽ നിന്റെ ആദരത്തിൽ നടന്നു വീഴുന്ന സ്തുതികളുടെ നടുവിൽ ഇടിയാത്ത എരികോവില്ല, വഴിമാറാത്ത യോർദാനില്ല, വിഭാഗിക്കപ്പെടാത്ത ചെങ്കടലില്ല, തകരാത്ത രാജാക്കന്മാരില്ല. നീ ഒന്ന് ഒരുമിച്ച് കൂടാമോ? ദൈവസഭയെ ആത്മാവിൽ ഭിന്നത മറന്ന്, വിദ്വേഷം മറന്ന്, വിഭാഗീയത മറന്ന് ഒരുമിക്കാൻ കഴിയുമെങ്കിൽ ഒരാത്മശക്തി പകരാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അങ്ങനെ വരുവീൻ, നാം ഇനി നിന്ദാപാത്രമാകാതിരിക്കേണ്ടതിനായി യെരൂശലേമിന്റെ മതിലുകളെ പണിയുക എന്ന് പറഞ്ഞു. എങ്ങനെ? നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ അവർ ആ നല്ല പ്രവർത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി എന്ന് കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തൻ പണിയുകയല്ല, ഒരുവൻ മറ്റൊരുത്തനെ ധൈര്യപ്പെടുത്തി. എന്നാൽ അടുത്ത ഭാഗം കാണുന്നു 19-ാം വാക്യത്തിൽ, ഹോരോന്യനായ സൻബല്ലത്തും അമ്മോന്യനായ തോബിയാവും ഞങ്ങളെ പരിഹസിച്ചു. വാക്യം 10 കണ്ടു, ഞങ്ങളെ കുറിച്ച് നീരസപ്പെട്ടു. വാക്യം 19 വരുമ്പോൾ പരിഹസിച്ചു. യെരൂശലേമിന്റെ മതിൽ പണിതെടുത്തത് എങ്ങനെയൊക്കെയാ? നിന്ദകളുടെ നടുവിൽ, പരിഹാസത്തിന്റെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, ആക്ഷേപങ്ങളുടെ നടുവിൽ, അവഗണനകളുടെ നടുവിൽ, ഭീഷണിയുടെ നടുവിൽ അവർ പണിതെടുക്കുകയാണ് യെരൂശലേമിന്റെ മതിൽ. ഒരു ദൈവ പൈതന്റെ വിശ്വാസ ജീവിതം എന്ന മതിൽ പണി, ആത്മീയ ജീവിതം എന്ന മതിൽ പണി നടക്കുന്നത് അനുകൂല സാഹചര്യത്തിൽ എല്ലാം കൊണ്ട് നിറക്കിയിട്ട് പണിയുകയല്ല. ഒറ്റപ്പെടലിന്റെയും ആക്ഷേപങ്ങളുടെയും നിന്ദകളുടെയും വെല്ലുവിളികളുടെയും ഭീഷണികളുടെ
നടുവിലാണ് ദൈവജനം അവന്റെ ആത്മീയ ജീവിതം പണിതെടുക്കുന്നത്. അതുകൊണ്ട് ഇതൊരു കാറ്റിനോ ഒരു ചെറിയ കുലുക്കത്തിനോ ഒന്നും വിളക്കാൻ കഴിയുകയില്ല. ശ്വാസ ജീവിതത്തിൽ ഒറ്റയ്ക്കിറങ്ങിയവർക്കറിയാം അതിന് കൊടുത്ത വിലയുടെ വലിപ്പം. ഞാൻ ഒറ്റയ്ക്കിറങ്ങിയതാ. 18 വർഷം വീട്ടിൽ കയറ്റിയില്ല, വീതം തന്നില്ല, കല്യാണത്തിന് ആരും കൂടിയില്ല, കുഞ്ഞുങ്ങളെ കാണാൻ വന്നില്ല, ഒന്നുമില്ല. ഒറ്റപ്പെട്ടു. കഴിഞ്ഞ 35 വർഷമായി 35 വർഷമായി ഈ ആത്മീയ ജീവിതം ഇങ്ങനെ മതിൽ പണിയുവാൻ സ്വർഗം കൃപ ചെയ്തു. ഒരു ദിവസം പോലും ഇത് മുടങ്ങാൻ അവൻ അനുവദിച്ചില്ല. ഒരു ദിവസം പോലും ഇത് പണിയുണ്ടെന്ന് തീരുമാനിക്കാൻ ഇടയാക്കിയില്ല. അതിങ്ങനെ പണിത് കയറുവാൻ സ്വർഗം കൃപ ചെയ്ത് അങ്ങനെ 30, 40, 15, 20 ഒക്കെ വർഷങ്ങളായി കല്ലിന്റെ മേൽ കല്ലടക്കിക്കൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ശ്വാസ ജീവിതം പണിതുയർത്തുന്നവരാ ഞാനും നിങ്ങളും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അമ്മോന്യനായ തോബിയാവും ഹോരോന്യനായ സൻബല്ലത്തും പരിഹസിച്ചു. ആ പരിഹാസത്തിന്റെ നടുവിലും അവർ പണിക്കായി തയ്യാറാകുന്നത് നാം കാണുന്നു. പ്രിയരെ, നമ്മളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മള് വിശ്വാസത്താൽ ഒരു ചുവട് വെക്കുമ്പോൾ അവിടെ എല്ലാവരും അനുകൂലമായ മറുപടികൾ തരണമെന്നില്ല. അനുകൂലത്തേക്കാൾ കൂടുതൽ നിരാശയുടെയും തോൽവിയുടെയും നഷ്ടത്തിന്റെയും കണക്ക് പറയുന്നവരായിരിക്കാം. എന്നാൽ ഈ വാക്യത്തിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നൊരു കാര്യം 2:12 ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ തോന്നിച്ച ആ കാര്യം നീ വിശ്വാസത്താൽ ചുവട് വെക്കുക, ആളുകളെ നിന്റെ കൂടെ കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ നെഹമ്യാവിലുള്ള ദർശനം, നെഹമ്യാവിലുള്ള ആത്മീയ ഭാരം, നെഹമ്യാവിലുള്ള ആത്മീയ ചിന്ത അവിടെയുള്ള മറ്റ് യഹൂദന്മാരിലേക്കൂടെ അവൻ പകർന്നത് കൊണ്ടാണ് അവരെല്ലാം കൂടെ ഒരുമിച്ച് പണിയാമെന്ന് വെച്ചത്. അല്ലെങ്കിൽ അത് നടക്കുകയില്ല. നിന്റെ അകത്തുള്ള ദർശനം, നിന്റെ കുടുംബത്തിനകത്തുള്ള ആ കാഴ്ചപ്പാട് തലമുറകളിലേക്കൂടെ പകരണം. നീ പ്രാപിച്ച ആത്മസന്തോഷം നിന്റെ തലമുറയിലേക്കൂടെ പകർന്നില്ലെങ്കിൽ വിശ്വാസ ജീവിതം അവനവന്റെ കാലം കൊണ്ട് തീർന്നു പോകും. അത് പണി നടക്കണമെങ്കിൽ എന്റെ ദർശനത്തിലേക്ക്, എന്റെ വിളിയിലേക്ക്, എന്റെ ആത്മീയ കാഴ്ചപ്പാടിലേക്ക് എന്റെ തലമുറയുടെ അനുധാവനം ചെയ്യണം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പോന്നപ്പോൾ ആ പോന്ന ആരും അല്ല കനാൻ നാട്ടിലെത്തിയത്. 2 പേരെ കനാൻ നാട്ടിൽ അന്ന് പോന്നതിലെത്തിയുള്ളൂ, യോശുവയും കാലേബും. ബാക്കിയുള്ള മുഴുവൻ ആളുകളും എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞത് അങ്ങനെ കേട്ടവരൊന്നുമല്ല. മരുഭൂമി വെച്ച് ജനിച്ചവർ. അന്ന് ചെങ്കടൽ കടന്നപ്പോൾ എളിയിലിരുന്ന ഒക്കത്തിരുന്ന ചില കുഞ്ഞുങ്ങളാണ് അവകാശത്തിലേക്ക് പോയത്. അന്ന് പിതാക്കന്മാർ വിശ്വാസത്താൽ തോളിലെടുത്തു വെച്ച സമാഗമന കൂടാരവും പെട്ടകവും പിതാക്കന്മാർ മരുഭൂമിയിൽ വീണ് മറഞ്ഞപ്പോൾ അവരെ അടക്കാൻ ഒരു സ്വന്തം ദേശം പോലും ഇല്ല, മിസ്രയീമുമില്ല, കനാൻ നാടുമില്ല. ഇതിനിടയ്ക്കുള്ള ശൂന്യമായ മരുഭൂമിയിൽ തലമുറകൾ പിതാക്കന്മാരെ അടക്കിയെങ്കിലും അവർ യാത്ര അവസാനിപ്പിച്ചില്ല. അവർ മടങ്ങിപ്പോകാനും തയ്യാറായില്ല. പിതാക്കന്മാർ പകർന്നു കൊടുത്ത ദൈവിക ദർശനത്തെ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ആ പെട്ടകം അപ്പന്മാർ അവസാനിപ്പിച്ചെടുത്തെന്ന് തലമുറകൾ തോളെ വെച്ചുകൊണ്ട് വിശ്വാസത്താൽ കനാൻ നാട്ടിലേക്ക് പോയ പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു ആത്മീയ ജീവിതമായിരിക്കും നമ്മുടേത്. ഇസ്രായേലിനോട് പറയുന്നുണ്ട് എപ്പോഴും. 44-ാം സങ്കീർത്തനത്തിൽ അത് ഓർപ്പിക്കുന്നു. അവൻ തന്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകം ഉണ്ടാക്കിയിരിക്കുന്നു. ജ്ഞാപകം എന്ന് പറഞ്ഞാൽ ഓർമ്മ എന്നാണ്. ദൈവം വിടുവിച്ച ഓരോ കാര്യത്തിലും പ്രവർത്തിച്ച ഓരോ ഇടത്തും ഓരോ ജ്ഞാപകം ഉണ്ടാക്കിയിട്ടുണ്ട്. യോർദാനിൽ യോശുവയുടെ നേതൃത്വത്തിൽ യോർദാൻ വിഭാഗിക്കപ്പെടുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കരയ്ക്കുന്ന്
12 കല്ല് കൊണ്ടുവന്ന് യോർദാനിൽ നാട്ടണം. എന്നിട്ട് യോർദാനിൽ നിന്ന് 12 കല്ലെടുത്ത് കരയ്ക്ക് നാട്ടണം. എന്നതാ ഇത് ഉദ്ദേശിക്കുന്നത്? യോർദാൻ സ്നാനത്തിന് നിഴലാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് അവിടെ കുഴിച്ചിടണം. എന്നിട്ട് അവിടുന്ന് പുതിയ ജലം എടുത്തോണ്ട് കരയ്ക്ക് കൊണ്ടുവന്ന് നാട്ടണം. കരയ്ക്ക് നാട്ടിയ കല്ല് സാക്ഷ്യത്തിന്റെ കല്ല. ഈ കല്ലിനെ നോക്കിയിട്ട് അടുത്ത തലമുറ ചോദിക്കും, ഇത് ഇവിടെ വരേണ്ട കല്ലല്ലോ, ഈ കല്ലെങ്ങനെ ഇവിടെ വന്ന്? ഈ കല്ലിനോട് ബന്ധപ്പെട്ട മറ്റ് പല കല്ലുകളും ഇന്നും ഹൈന്ദവ മാർഗത്തിലും കാത്തലിക് മാർഗത്തിലും മറ്റുമൊക്കെ നിൽക്കുമ്പോ ഈ കല്ല് മാത്രം എങ്ങനെയാ ഇവിടെ വന്നതെന്ന് തലമുറ എഴുന്നേറ്റ് ചോദിക്കുമ്പോൾ തലമുറയ്ക്കുള്ള സാക്ഷ്യത്തിന്റെ കല്ലാണിത്. ഒരിക്കൽ വെല്ലുവിളിയായി നിന്ന മരണ യോർദാൻ ഞങ്ങളുടെ മുമ്പിൽ മാറ്റി തന്നതിന്റെ തെളിവാണിത്. അന്ന് യോർദാന്റെ അടിയിലെ കലക്ക വെള്ളത്തിൽ കിടന്ന കല്ലുകൾ യോർദാൻ വിഭാഗിച്ചപ്പോൾ വെളിച്ചം കണ്ടു. അങ്ങനെ വെളിച്ചം കണ്ട കല്ല ഞാനും നിങ്ങളും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ ഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പോൾ ഇരുട്ടിലായിരുന്നു നമ്മൾ. ഇരുട്ടിൽ നിന്ന് നാം വെളിച്ചം കണ്ടത് കൊണ്ടാണ് പുറത്തു വന്നത്. തീർന്നില്ല. അന്ധകാരത്തിലായിരുന്നു, വെളിച്ചം വന്നപ്പോൾ അത്ഭുത പ്രകാശത്തിലേക്ക് വന്നു. എഫേസ്യ ലേഖനക്കാരന്റെ ശൈലിയിൽ പറഞ്ഞാൽ ഇരുളിലായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചം. ഈ കല്ല് സാക്ഷ്യത്തിന്റെ കല്ല. ഒരിക്കൽ ഞാന് എൻ്റെ ഭവനത്തിൽ ഒരു ഊണൊക്കെ കഴിഞ്ഞിങ്ങനെ വിശ്രമിക്കുമ്പോൾ എൻ്റെ മോള് അന്ന് തീരെ ചെറുതാ. അവളിങ്ങനെ വന്ന് എൻ്റെ മടി ഇങ്ങനെ കയറി നിന്നിട്ട് എൻ്റെ താടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ട് പറഞ്ഞു, പപ്പാ, അപ്പച്ചനും അമ്മച്ചിയൊക്കെ കൂടുന്ന പള്ളിയിൽ യേശു അപ്പച്ചനുണ്ടല്ലോ, നമ്മുടെ പള്ളിയിൽ യേശു അപ്പച്ചൻ ഇല്ലാത്ത ന്യായമേ. യേശു എന്നൊക്കെ വിളിക്കുന്നുണ്ട്, കയ്യടി കൊണ്ട് വലിയ പരിപാടിയാന്നാ പറയുന്നത്, അതിനേക്കാളും വലുത് ഇതാന്ന് പറയുന്നത്. പക്ഷെ ഈശോ ഇല്ലല്ലോ പപ്പാ. കൊച്ചിനിത് പിടി കിട്ടിയത്, കൊച്ചു സ്കൂളിൽ പോകുന്നത് ക്രിസ്ത്യൻ സ്കൂളിലാണ്. അപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്, അവരുടെ പള്ളിയിൽ യേശുവൊക്കെ ഉണ്ട്, നമ്മുടെ പള്ളിയിൽ യേശു ഇല്ലല്ലോ. വലിയപ്പ ആരാധിക്കുന്നിടത്തും അപ്പാപ്പിയൊക്കെ ആരാധിക്കുന്ന പള്ളിയിലും ഒക്കെ ഈ യേശു അപ്പച്ചനുണ്ടല്ലോ, നമ്മുടെ പള്ളിയിൽ തന്നെ ഇല്ലാത്ത. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് ഈ വാക്യം കൊണ്ടുവന്നു. ഈ കല്ല് മാത്രം എങ്ങനെ ഇവിടെ വന്നേ? ബാക്കി കല്ലല്ല ഇപ്പോഴും യോർദാനിൽ കിടക്കുകയല്ലേ. ഞാൻ ആ കുഞ്ഞിൻ്റെ 2 കവിളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് എടുത്ത് ഉമ്മാടിയിലോട്ടങ്ങ് വെച്ച് ആഘോഷമായിട്ട് അവൾക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനിടയായി. ഞാൻ പറഞ്ഞത്, ദൈവം നമ്മുടെ തലമുറയോട് ചോദിക്കും ഇതെന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം കൂടെ പറയാം. അവള് പൂനെയില് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു സ്ത്രീ അവളോട് ചോദിച്ചു, ക്രിസ്ത്യാനിയാണോ എന്ന്. ഞാൻ പറഞ്ഞു, നിന്റെ കാതയിലും കഴുത്തിലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തോന്നിയതായിട്ട് അവർ പറഞ്ഞായിരിക്കും. അല്ല അപ്പം ഇവിടുത്തെ ചെറുപ്പക്കാർ പെമ്പിള്ളാരൊക്കെ ആഭരണം ഇടാൻ നടക്കുന്നവരുമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിന്നൊരു തേജസ് കണ്ട അതാന്ന് പറഞ്ഞു. നിങ്ങൾ ക്രിസ്ത്യാനികളാണോ? അതെ. നിങ്ങൾ ലോർഡ് സപ്പറൊക്കെ എടുക്കുന്നവരാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോൾ അവള് അതിനെല്ലാം നല്ല വിശദമായിട്ട് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു. അപ്പം ഞാൻ അവളോട് ചോദിച്ചെടി, നിനക്കറിയായിരുന്നോ പറയാൻ? ഞാൻ നല്ല ഒന്നാം തരമായിട്ട് പറഞ്ഞു, പപ്പ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ആദരത്തിൽ ആ സമയത്ത് തരുമെന്നുള്ള വചനത്തിന് നിവൃത്തിയാകുന്നു പറഞ്ഞു. വളരെ സന്തോഷം തോന്നി. ഈ കല്ല് എന്താണെന്ന് ചോദിച്ചപ്പോൾ, അതെന്താന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ, അത് അടുത്ത തലമുറയോട് പറയത്തക്കവണ്ണം ഒരു ആത്മീയ അവബോധം തലമുറകളുടെ അടുക്കലേക്ക് വന്നു. ഞാൻ പറഞ്ഞത്, നമ്മൾ അറിഞ്ഞ കർത്താവിനെ നമ്മുടെ തലമുറകൾ അറിയുന്നില്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചത് അവരനുകരിക്കുകയാ. അവരനുകരിച്ചത് അവരുടെ തലമുറയെ അഭിനയിച്ച് കാണിക്കും. അപ്പോൾ ആത്മീയ ജീവിതം ഒരു പ്രകടനം മാത്രമായിട്ട് തരം താഴും. നമ്മൾ അനുഭവിച്ചു വന്നതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനെ അനുകരിക്കും. എന്നോട് ചോദിക്കുക, വാസർ എങ്ങനെ വെന്തിക്കോസി വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കാര്യമുണ്ട്. എൻ്റെ ചെറുക്കനോട് ചോദിക്കുക, നീ എങ്ങനെ വെന്തിക്കോസി വന്നു? പപ്പ വാസറായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്യാം.
അവന്റെ തലമുറ കർത്താവ് വരാന്ന് ആവശ്യമാൽ അവനോട് ചോദിച്ചാൽ പറയും, ഞങ്ങളിങ്ങനെ വലിയപ്പന്മാര് മുതലേ പാരമ്പര്യമായിട്ട് ഇങ്ങനെ പോന്നോണ്ടിരിക്കുകയാണ്. അനുഭവങ്ങളുടെ നടുവിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. അത് പാഴ്സലേജിൽ താമസിച്ചത് കൊണ്ട് ദൈവ പൈതലാകണമെന്നില്ല. കർത്താവിന് മക്കളെ ഉള്ളു, കൊച്ചുമക്കളില്ലെന്ന് ഓർത്തോണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് കാലത്തും ഏത് അനുഭവത്തിലും ഉള്ളവരെല്ലാം ദൈവമക്കളാ. അല്ലാതെ ദൈവമക്കളുടെ മക്കൾ എന്ന് പറഞ്ഞൊരു കൊച്ചുമക്കൾ കർത്താവിന് ഇല്ല. അതുകൊണ്ട് വ്യക്തിപരമായിട്ടാണെങ്കിലും സ്വോത്ര കാഴ്ച കൊണ്ട് വളർന്നാലും പിടിയരി നിന്ന് വളർന്നാലും വ്യക്തിപരമായിട്ട് കർത്താവിനെ അറിയുന്നില്ലെങ്കിൽ പാഴ്സനേജിൽ ഒരു ജഡം വളരുന്നല്ലാതെ ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല. യഹോവ നല്ലവനെന്ന് ജീവിതം കൊണ്ട് അനുഭവിച്ചറിയണം. നിനക്കകത്തൊരു ദർശനമുണ്ടെങ്കിൽ നഹമ്യാവേ, നിന്റെ ദർശനത്തിലേക്ക് പണിയാനുള്ളവരെ കൊണ്ടുവരുന്നത് ദൈവമാ. നിന്റെ അകത്തൊരു ദർശനമുണ്ടെങ്കിൽ നീ പിൻപറ്റുന്ന ദൈവത്തെ നിന്റെ തലമുറ പിൻപറ്റും. ഭീഷണി വേണ്ട, വെല്ലുവിളി വേണ്ട, ദൈവം കൊണ്ടുവരും. പ്രായപൂർത്തിയായ മക്കളുണ്ടായിപ്പോയി, ഇനി അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയില്ലല്ലോ എന്നോർത്ത് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിച്ചാ മതി. തമ്പുരാനാണ് ആളുകളെ കൊണ്ടുവരുന്നത്. നമ്മൾ പെന്തക്കോസ്തി വരാൻ നമുക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചിട്ടാ? നമ്മൾ കർത്താവിന്റെ നിത്യതയിലെ മുൻനിർണയത്തിനകത്തുണ്ടായിരുന്നു. ദൈവത്തിന്റെ മുൻനിർണയത്തിനകത്ത് നമ്മുടെ തലമുറയുണ്ടെങ്കിൽ, ഞാൻ അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ എന്റെ ജനത്തെ അരിച്ചെടുക്കും. ഒരു മണി താഴെ പോകാൻ അവൻ അനുവദിക്കില്ലെങ്കിൽ എത്ര വിദൂരത്ത് സഭായോഗത്തിന്റെ സമയത്ത് മാറി നിന്നാലും, എത്ര പറഞ്ഞാലും ദൈവവചനമകത്ത് കേറാത്ത തലമുറയുണ്ടെങ്കിലും കർത്താവ് അവരുടെ ചെവിയെ തുറക്കും. കർത്താവ് അവരുടെ ഹൃദയത്തെ തുറക്കും. നിങ്ങൾ നോക്കൂ, ഫിലിപ്പിയിൽ യൂറോപ്പിലേക്ക് സുവിശേഷം കയറുക. യൂറോപ്പിലേക്ക് സുവിശേഷം കയറുമ്പോൾ പൗലോസൊക്കെ ചെല്ലുന്നു. കണ്ട ദർശനം, മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അവിടത്തോളം വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന. മക്കദോന്യ പ്രവിശ്യയിലുള്ള ഒരു സ്ഥലമാണ് ഫിലിപ്പിയ. ഇപ്പൊ ദർശനം കിടക്കുന്നത് ഒരു പുരുഷൻ എന്നാ. അതുകൊണ്ട് വേണമെങ്കിൽ ഈ സ്ത്രീകളെല്ലാം ഒഴിവാക്കാം, കാരണം ദർശനം വേറെയല്ലേ. പൗലോസ് പുറത്തു പോയി ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ, കൂട്ടായ്മ കൂടാൻ ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് നോക്കുമ്പോൾ അതൊന്നുമില്ല. പുഴവക്കത്ത് രക്താംബരം വിൽക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളെ കണ്ടു. അവിടെ സുവിശേഷം പറയുവാൻ തുടങ്ങിയപ്പോൾ യൂറോപ്പിലെ ആദ്യത്തെ വിശ്വാസിയായിട്ട്, യൂറോപ്പ് എന്ന മഹാഭൂഖണ്ഡത്തിലെ ആദ്യത്തെ വിശ്വാസിയായിട്ട് മുമ്പോട്ട് ചുവടുവെച്ചത് പുരുഷനല്ല, സ്ത്രീയാണ്. കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. ദൈവത്തിന് സ്തോത്രം. രക്താംബരം വിൽക്കുന്ന ലുദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. കർത്താവ് തുറന്നില്ലെങ്കിൽ വചനമകത്ത് കയറുകയില്ല. ദൈവത്തിന് സ്തോത്രം. വാതില് പലതാണ്. താനെ തുറക്കുന്ന വാതിലുണ്ട്, മുട്ടി തുറക്കുന്നതുണ്ട്, കർത്താവ് തുറക്കുന്നതുണ്ട്. കർത്താവ് തുറന്നാൽ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ആര് പിന്നെ അടയ്ക്കാൻ നോക്കിയാലും പിന്നെ ആരും തുറക്കാൻ നോക്കിയാലും അതുകൊണ്ടാണ് നോഹയുടെ പെട്ടകത്തിന്റെ വാതില് യഹോവ അടച്ചു. അല്ലെങ്കിൽ ഒത്തിരി പേര് വരും, നോഹേ ഞാനും കൂടെ കൂടിയല്ലേ ആ പലക അറുത്തതെന്ന്, ഗോഫർ മരത്തിന്റെ അന്നാ തടി ചുമന്ന ഞാനും കൂടെ അല്ലേ, സ്വന്തക്കാരനല്ലേ. ഈ മരുമക്കളുടെ അപ്പന്മാരും അമ്മമാരും സഹോദരങ്ങളും ഒക്കെ വേറെയുണ്ട്. ഇവരെല്ലാം കൂടെ വന്ന് മാന്തി ഈ പലകയെല്ലാം കൂടെ മാന്തിപ്പറിക്കാന്നല്ലാതെ നോഹ പറയുന്നു എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് നിഴലാണ് നോഹയുടെ പെട്ടകമെങ്കിൽ ഇതിന്റെ വാതിൽ തുറക്കുന്നത് മാനുഷിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലെന്ന്. നോഹയാണ് അടച്ചതെങ്കിൽ നോഹയ്ക്ക് തുറക്കായിരുന്നു. നോഹയോട് വേണേ പറയാം മരുമക്കൾക്ക്, അപ്പച്ചാ എന്റെ വാതിലാ പുറത്തുനിന്ന് വിളിക്കുന്നതെന്ന്. എനിക്ക് തുറക്കാനൊക്കത്തില്ല, തമ്പുരാൻ അടച്ചെന്ന്. ഉണ്ടോ? ദൈവം അടച്ചാ പിന്നെ നമുക്ക് ബന്ധങ്ങളില്ല.
ദൈവം തുറന്നാ പിന്നെ നമുക്ക് ബന്ധുക്കാരും ബന്ധങ്ങളും ഇല്ലെങ്കിലും നമ്മുടെ ആളുകളെല്ലാം, നമ്മുടെ വിശ്വാസികളെല്ലാം നമ്മുടെ പ്രിയപ്പെട്ടവരുമാണ്. അതുകൊണ്ടാണ് നമ്മളെ എല്ലാം ഒരു കുടുംബത്തിന്റെ അംശങ്ങളാക്കി, ഒരു കുടുംബത്തിലെ ആളുകളാക്കി ദൈവ ഭവനക്കാർ എന്ന് കർത്താവ് നമ്മെ വിളിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾക്ക്, മാംസരക്തങ്ങളായ സഹോദരങ്ങൾക്കുണ്ടാകുന്നതിൽ കൂടുതൽ ഭാരമാണ് നമ്മുടെ കൂട്ടുസഭയിലെ ഒരു വിശ്വാസിക്ക് ഒരു ക്ഷീണം വന്നാൽ. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്രിസ്തുവിലായപ്പോൾ, പുതിയ സൃഷ്ടിയായപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ പുതിയതായി, നമ്മുടെ ഇടപാടുകൾ പുതിയതായി. അതുകൊണ്ട് പഴയതൊന്നും വേണ്ടെന്നല്ല, അതിനേക്കാൾ പ്രാധാന്യം ഇതിനാണ്. അതുകൊണ്ടാണല്ലോ സഭായോഗം കഴിഞ്ഞ് കല്യാണത്തിന് വരാനൊക്കെയുള്ളൂ, സഭായോഗം കഴിഞ്ഞ് കയറി താമസത്തിന് വരാനൊക്കെയുള്ളൂ. കാരണം ഒന്നാം സ്ഥാനം ഈ കൂട്ടായ്മയ്ക്കാ. മാറ്റം വന്നു. നിന്റെ അകത്തെ ദർശനം നിന്റെ തലമുറയിലേക്ക് പകർന്നാൽ ആ തലമുറയും പ്രതിസന്ധികളിൽ കൂടെ നിൽക്കും. ഈ യെരൂശലേമിന് നേരിട്ടിരിക്കുന്ന ഈ വലിയ നിന്ന നാം കാണുന്നുവല്ലോ. നാം നിന്നാപാത്രമായി തീരാതിരിക്കേണ്ടതിന് എഴുന്നേറ്റ് നാം പണിയുക. അവർ പണിയാനായി ഓരോരുത്തർ അന്യോന്യം ധൈര്യപ്പെടുത്തിയപ്പോൾ, ഓരോരുത്തർ അന്യോന്യം ശക്തീകരിച്ചപ്പോൾ അവിടെ പരിഹാസമുയരുകയാണ്. സൻബല്ലത്തും തോബിയാവും എഴുന്നേറ്റ് ദൈവജനത്തെ പരിഹസിച്ചതായി കാണുന്നു. നീരസപ്പെട്ടവർ ഇപ്പോൾ പരിഹസിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. നീ അവസാനിപ്പിച്ച് കളയരുത്. ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് ഒരു വലിയ പണിക്ക് വേണ്ടിയാ. നെഹമ്യാവേ, അർത്തഹശഷ്ടാ രാജാവിന്റെ കാലത്ത് നീസാൻ മാസത്തിൽ നിന്നെ യെരൂശലേമിലേക്ക് ദൈവം അയച്ചത് വെല്ലുവിളികളും തടസ്സങ്ങളും കണ്ട് തിരിച്ചു പോകാനല്ല, നിന്ന് പണിയാനാ. ദൈവത്തിന് സ്തോത്രം. അവർ ഒരു ഭാഗത്ത് പരിഹസിക്കുമ്പോൾ, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്, നിങ്ങൾ രാജാവിനോട് മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതിന്റെ 20-ാം വാക്യത്തിലൂടെ നെഹമ്യാവ് പറയുന്നു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അവന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അതിലെ ആദ്യ ഭാഗം നോക്കൂ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. നീ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടാണ് ഇന്ന് പകൽ ഇവിടെ വന്നത്? നീ ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നത് ഏത് വിഷയത്തോട് ബന്ധപ്പെട്ടാണ്? ദൈവാത്മാവ് അതിന്റെ നടുവിൽ വചനത്തിലൂടെ ദൂത് പറയുകയാണ്. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം ചിന്തിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. നീ എപ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. ഒരു വിടുതലുണ്ടാകും. സ്വർഗത്തിലെ ദൈവം നിനക്ക് കാര്യം സാധിപ്പിക്കും. നമ്മുടെ ദൈവം എന്തൊക്കെ ചെയ്യും? വാക്യം 2:20 യഹോവ കാര്യം സാധിപ്പിക്കും. വാക്യം 4:15 ദൈവം ആലോചനയെ നിഷ്ഫലമാക്കും. ശത്രുവിന്റെ ആലോചനയെ നിഷ്ഫലമാക്കും. അടുത്തത്, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 4:20. അടുത്തത് 4-ാമത്തെ കാര്യം, യഹോവ മഹാസന്തോഷം തരും. 12:43. അപ്പോൾ ഇതെല്ലാം എൻ്റെ ദൈവം നിനക്ക് തരും. ഒന്ന്, നിന്റെ കാര്യം ദൈവം സാധിപ്പിക്കും. 1 ശമൂവേൽ 9-ാം അധ്യായത്തിൽ തന്റെ അപ്പന്റെ കഴുതയെ കാണാതെ പോയ ശൗൽ തന്റെ ഭൃത്യനുമായി ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് എഫ്രൈം മലനാട്ടിലെത്തി. ധനികനാണ്, സാഹചര്യമുള്ളവനാണ്. കഴുത പോട്ടെന്ന് വെക്കുകയല്ല, തൻ്റെ അപ്പൻ്റെ സ്വത്തിലൊന്നും നഷ്ടം വരാതിരിക്കണമെന്ന് വിചാരിച്ച് യാത്ര ചെയ്ത് ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. ഒടുവിൽ തിരിച്ചു പോകാൻ തീരുമാനമെടുക്കുമ്പോൾ
ഒരു ഭൃത്യൻ ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ പറയുന്നത് ഒത്തുവരുന്നു, നമുക്ക് അവിടെ ഒന്ന് ചെല്ലാം, അവൻ നമുക്ക് പോകേണ്ട കാര്യം അറിയിച്ചു തരും. അങ്ങനെ അവർ അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇവർ വരുന്നതിന് മുമ്പേ ശമൂവേലിനോട് പറഞ്ഞു, നാളെ ഈ നേരത്ത് ഞാൻ ഒരുത്തനെ നിന്റെ അടുക്കൽ അയക്കും, അവനായിരിക്കും ഇസ്രായേലിന്റെ രാജാവായി മാറേണ്ടവൻ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ ദാസനായ ശമൂവേലിന്റെ അടുക്കലേക്ക് ശൗലും ഭൃത്യനൂടെ ചെല്ലുമ്പോൾ ശമൂവേൽ പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ പാർപ്പീൻ, നാളെ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ അയക്കും. 2 ദിവസം മുമ്പ് കാണാതെ പോയ അപ്പന്റെ കഴുതയെ കുറിച്ചുള്ള മനോവിചാരം വിട്ടേറെ അതിനെ കണ്ടു കിട്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം കാര്യം സാധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എന്ന് ചോദിക്കേണ്ട ആവശ്യം നമുക്കില്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഇസ്രായേലിനെ കനാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഏതിലേ കൊണ്ടുപോകുമെന്ന് ചോദിക്കേണ്ട കാര്യം മോശയ്ക്കില്ല. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് അബ്രഹാമിനോട് പറഞ്ഞാൽ ഏത് വഴി പോകണമെന്ന് ചോദിക്കേണ്ട കാര്യം അബ്രഹാമിനില്ല. അബ്രഹാമിന്റെ മുമ്പിലുള്ള വഴിയെ സ്വർഗം മറയ്ക്കപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അത്ഭുതങ്ങളുടെ പരമ്പരകൾ സൃഷ്ടിച്ചുകൊണ്ട് തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അതിനൂതനമായ വഴികളിലൂടെ അവരെ കൊണ്ടുപോകുവാൻ ദൈവജനമായ ഇസ്രായേലിനെ ചുവട് വെച്ച ആ വഴിക്കൂടെ ഇതിനു മുമ്പ് ഒരു മനുഷ്യനും പോയിട്ടില്ല. ഉണ്ടോ? പലരും പോയ വഴിയെ പോവുകയാണെങ്കിൽ അത് ദൈവത്തിന്റെ വഴിയല്ലല്ലോ. പലരും പോയ വഴിയാണെങ്കിൽ അത് ദൈവത്തിന്റെ വഴിയാകുകയല്ലോ. ആരും ഇന്ന് വരെ പോകാത്ത പുതിയ വഴി യോശുവയും അത് തന്നെയാ പറയുന്നത്. 4-ാം അധ്യായത്തിൽ അവിടെ നമ്മളിങ്ങനെ കാണുന്നു. 3-4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇതുവരെ പോകാത്ത പുതിയ ഒരു വഴിയെ ദൈവം വിടുകയാണ്. ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വചനം കേൾക്കുന്ന, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് ഉപവാസം കഴിയുമ്പോൾ ഒരു പുതിയ വഴി ദൈവം തുറക്കാനിടയാകട്ടെ. ഇതുവരെ തുറക്കാത്ത, ഇതുവരെ കാണാത്ത, ഇതുവരെ പോകാത്ത ഒരു പുതിയ വഴി തിരുനാമ നിമിത്തം അവനെ നീതിവാദങ്ങളിൽ നടത്തുന്നു. ഒരു പുതിയ വഴിയെ പോകുവാൻ കർത്താവ് നമ്മെ പ്രാപ്തരാക്കട്ടെ. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. കർത്താവ് കാര്യം സാധിപ്പിക്കുന്നത് കൊണ്ട് അവന്റെ ദാസന്മാരാകുന്ന ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നമ്മൾ പാടാറുണ്ട് പലപ്പോഴും, നിന്ദിതപാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ, എഴുന്നേറ്റ് നാം പണിക, തിരുക്കരങ്ങൾ നമ്മുടെ കൂടെ ഇരിക്കും. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും എന്ന് നെഹമ്യാവ് പറയണമെങ്കിൽ നെഹമ്യാവിനൊരു കാര്യം അറിയാം. ഞാൻ വെറുതെ വന്നതല്ല, എന്നെ അയച്ചതാ. ഞാൻ വന്നത് കർത്താവിന്റെ ആലോചന പ്രകാരമാ. ഞാൻ അവന്റെ ആലോചന പ്രകാരമാണ് വന്നതെങ്കിൽ, നിന്നതെങ്കിൽ, ഇതുവരെ വന്നതെങ്കിൽ, ഇത്രത്തോളം ഞാൻ കൊണ്ടുവന്നെത്തിച്ചെങ്കിൽ ഇനിയുള്ള കാര്യം സാധിപ്പിക്കാൻ അവൻ ശക്തനാ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും എന്ന് പറഞ്ഞാൽ എന്റെ പണിയോടുകൂടെ ഞാൻ പണിയുന്നിടത്ത് എനിക്ക് കാര്യം സാധിച്ചു കിട്ടേണ്ടതിന് എന്റെ ദൈവം എന്റെ കൂടെ ഇറങ്ങിയിരിക്കുന്ന. സുവിശേഷ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു, യേശു സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയുമ്പോഴും ശിഷ്യന്മാർ പുറപ്പെട്ട് മഹാസന്തോഷത്തോടെ കർത്താവിന്റെ വചനം
പ്രസംഗിച്ചു. കർത്താവായ യേശു ക്രിസ്തുവോ അവരോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും അവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചു. വിശ്വാസത്തിന് ആധാരം അത്ഭുതമല്ല, വിശ്വാസത്തിന് ആധാരം അടയാളവുമല്ല, വീര്യപ്രവൃത്തിയുമല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമെന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം ദൈവശക്തി എന്നാണ്. ദൈവശക്തി എന്ന് പറയുന്നത് ദൈവവചനമാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. അപ്പോൾ ഈ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി എന്നൊക്കെ പറയുന്നത് വചനത്തിന്റെ ശക്തിയാ, ആത്മാവിന്റെ ശക്തിയാ, ദൈവത്തിന്റെ ശക്തിയാ. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നതെല്ലാം അതാണ്, ആത്മാവിന്റെ വചനം. ദൈവത്തിന് സ്തോത്രം. ആ വചനത്തിന്റെ ശക്തി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിങ്ങൾ നോക്കൂ, വിശ്വാസത്തിൽ ഒരുവനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ വചനമാണ്. വചനത്തിന്റെ ഉറപ്പിനാണ് അടയാളങ്ങൾ. വിശ്വാസത്തിന്റെ വർധനവിനാണ് അത്ഭുതങ്ങൾ. നമ്മൾ വിശ്വസിച്ചത് ഒന്നുകൂടെ ഉറപ്പിക്കാനാണ് അത്ഭുതം നടക്കുന്നത്. നീ വിശ്വസിച്ചോ, നീ വിശ്വസിച്ചുകൊണ്ട് പോക, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ ആ വിശ്വസിച്ചതിൻ്റെ മേലുള്ള ഉറപ്പിന് ദൈവം കൊടുക്കുന്നത്, ആ വിശ്വാസത്തിന്റെ വർധനവിന് കൊടുക്കുന്നതാണ് അത്ഭുതങ്ങൾ. അല്ലാതെ അത്ഭുതങ്ങൾ ആരെയും വിശ്വാസത്തിലോട്ട് കൊണ്ടിരുന്നില്ല. അത്ഭുതം കണ്ട് വിശ്വാസി വരാനും ഒക്കെയല്ല. അത്ഭുതത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ദൈവവചനത്തിന്റെ ശക്തിയിൽ വേണം ഒരുവൻ കൃപയിലേക്ക് വരുവാൻ. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. അത് കേവലം മനുഷ്യന്റെ വാക്കുകളായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി തന്നെ നിങ്ങൾ കൈക്കൊണ്ടു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിക്കും എന്ന് പറഞ്ഞാൽ, നീ ഒരു ചുവട് വെച്ചാൽ നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ട്. മോശയോട് കർത്താവ് പറയുന്നത് എന്താ? നീ ചെങ്കടലിനെ വിഭാഗിക്ക. അതോടൊപ്പം തന്നെ നീ ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. ജനം പറയുന്നു ചെങ്കടൽ മാറട്ടെ, മുമ്പോട്ട് പോകാം. പക്ഷെ കർത്താവ് പറയുന്നു നീ മുമ്പോട്ട് പോ, ചെങ്കടൽ മാറിക്കോളും. ഇല്ല, ചെങ്കടൽ മാറ്, ഞാൻ ഇറങ്ങാം. ഈ പിടുത്തമാണ് ചെങ്കടൽ തീരത്ത് കിടന്നുകൊണ്ട് പിടിക്കുന്നത്. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവ് മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ നീ ഒരു ചുവട് വെക്കുമ്പോൾ ചെങ്കടൽ ഒരു ചുവട് പുറകോട്ട് മാറും. അത് 114 സങ്കീർത്തനത്തിൽ നല്ല ക്ലിയർ ആയിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. സമുദ്രമേ നീ ഓടുന്നതെന്ത്? യോർദാനേ നീ പിൻവാങ്ങുന്നതെന്ത്? ഭൂമിയെ നീ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ വിറയ്ക്ക എന്ന് പറഞ്ഞാൽ, നീ ചുവട് വെക്കുമ്പോൾ നിന്റെ മുമ്പിൽ അദൃശ്യനായ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ ചുവട് വരുന്നത് കൊണ്ട് സൃഷ്ടിയുടെ നടുവിലേക്ക് സൃഷ്ടാവിന്റെ പാദമിറങ്ങി വരുമ്പോൾ അത് പുറകോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിന്റെ മുമ്പേ പോകുന്നു എന്ന് പറഞ്ഞത്. നമ്മുടെ മുമ്പിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ കർത്താവിനെ വിടാമെങ്കിൽ നമ്മൾ പുറകെ ചുമ്മാ പോയാൽ മതി. അത് ശരിക്ക് പ്രാക്ടീസ് ചെയ്തയാൾ ദാവീദാണ്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ദൈവത്തെ ഞാൻ എപ്പോഴും എൻ്റെ കണ്ടോ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാനൊന്നും കുലുങ്ങിയല്ല. കാരണം ഞാൻ ഇങ്ങനെ നിന്നാ മതി, എൻ്റെ മുമ്പിൽ കർത്താവുണ്ട്. അതാണ് പറയുന്നത്, എൻ്റെ പാറ, എൻ്റെ പരിച, എൻ്റെ സങ്കേതം, എൻ്റെ കോട്ട, ഇതെല്ലാം പറയുന്നതല്ല എൻ്റെ മറവിടം അവനാ എന്ന് പറഞ്ഞാൽ മുന്നേ ഞാൻ അവനെ നിർത്തും, അതിൻ്റെ പുറകിലേ ഞാനുള്ളൂ. എന്നാൽ ഇന്നത്തെ ആത്മീയത, ഞാൻ മുന്നിൽ, കർത്താവിൻ്റെ പുറകിൽ. എരീഹോവിലെ കുരുടൻ നിലവിളിക്കുമ്പോൾ മുന്നേ നടന്നവര് മിണ്ടാതിരിക്കാൻ പറഞ്ഞെന്നാ. അപ്പൊ കർത്താവിന്റെ തലക്കെ കയറി നടക്കുന്ന ഒരു കൂട്ടം അവിടെ ഉണ്ട്. ദൈവത്തിന് മുന്നേ പോകാൻ അനുവാദം കൊടുത്താൽ
നിന്റെ മുമ്പിൽ പിന്നെ ദുർഘടങ്ങളില്ല. നീ അവന്റെ പിന്നാലെ പോയാൽ മതി. മഹാദൈവത്തിന്റെ കരത്തിൽ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് ശക്തിയോടെ, ബലത്തോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പാണിയും ആ ഒരു നല്ല തീരുമാനത്തോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. കേട്ട തിരുവചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.